കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഗുരുവായൂരപ്പൻ്റെ ദീപാരാധന സമയവും അത്താഴ പൂജയുമാണ്. ദീപാരാധന സമയം എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് തൊഴാൻ വരുന്ന ആളുകൾക്കൊക്കെ ആ ഒരു പ്രാവശ്യം മാത്രമല്ലേ കാണാൻ കഴിയൂ. ഏകദേശം ഒരു 3-4 മിനിറ്റോളം ദീപാരാധന, 4-5 മിനിറ്റോളം ദീപാരാധന ഉണ്ടാവും. ആദ്യം തന്നെ ആ അടി മുതൽ മുടിയോളം എന്ന് പറഞ്ഞ പോലെ പാതാരവിന്ദം തൊട്ടിട്ട് കേശാദിപാദം വരെ അങ്ങനെ റൗണ്ടിൽ ആ ദീപം കൊണ്ടുള്ള ആരാധനയാണ്. ആ കൊടി വിളക്ക്, കിടാവിളക്ക് പോലത്തെ വിളക്ക്, ആ വലിയ സ്വർണ്ണ വിളക്ക് കൊണ്ട് അങ്ങനെ ആരാധിക്കും. അതിന് ശേഷം അതൊരു 3 റൗണ്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ധൂപക്കൂട്ട്, കർപ്പൂരം എല്ലാം കൂടിയും കൂട്ടിയ സുഗന്ധ എല്ലാതും ചേർത്ത അതുകൊണ്ടുള്ള ആരാധന. അതും 3 റൗണ്ടോളം ഉണ്ടാവും. അങ്ങനെ കൂടുതൽ സമയം കാണാൻ, അത് മുഴുവൻ നിന്ന് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും ഭക്തർക്ക്. എന്നാലും അതാണ് അത്രയും സമയം ദീപാരാധന വേളയാണ്. ഏകദേശം 6:15-6:30 ഉള്ളിൽ ദീപാരാധന നടക്കും. അത് വളരെ കാണേണ്ടുന്ന ഒരു കാഴ്ച തന്നെയാണ്. കാരണം ഗുരുവായൂരപ്പൻ്റെ ഓരോ ചടങ്ങുകളും നമുക്ക് കാണേണ്ടത് തന്നെയാണ്. അതിന് ഓരോന്നിനും ഓരോന്നിൻ്റേതായ ഐതിഹ്യങ്ങളും അർത്ഥങ്ങളും ഒക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ കളഭാലങ്കാരത്തിനും ദീപാരാധനയ്ക്കും, അതുപോലെ ഇനി അത്താഴ പൂജ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അത്താഴ പൂജയ്ക്ക് നേദിക്കുന്നത് അപ്പവും അടയും എല്ലാം കൂടിയിട്ടാണ്. അത് നമുക്ക് ആ അടയും അപ്പമൊക്കെ നമുക്ക് തലേ ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് ആണെങ്കിൽ ഇന്നലെ എഴുതിയിട്ടിട്ടുണ്ടെങ്കിൽ കിട്ടും. അതായത് നമ്മൾ ഷീട്ടാക്കിയാൽ അപ്പം വാങ്ങാൻ കിട്ടും, അട വാങ്ങാൻ കിട്ടും. വളരെ വിശിഷ്ടമായ അപ്പം അടയാണ്. അതൊക്കെ അവിടെ നിന്ന് ഭഗവാന് നേദിച്ചത് നമുക്ക് കൗണ്ടറിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ പിന്നെ അത്താഴ പൂജ സമയത്ത് തന്നെ ഒരു ഏകദേശം 1/4 മണിക്കൂറോളം ആയിരിക്കും ഉണ്ടാവുക. ഒരു 7:20-7:30 അത്താഴ പൂജയ്ക്ക് അടയ്ക്കും. അത്താഴ പൂജ സമയം കഴിഞ്ഞാൽ ഭഗവാനെ അധികം എന്താ പറയുക, ഉച്ചപൂജയുടെ അലങ്കാരങ്ങൾ, കളഭാലങ്കാരം ഉണ്ടാവും. അതുപോലെ കുറച്ച് അലങ്കാരങ്ങളാവും ആ പൂവൊക്കെ ഉള്ളത്, മാലകൾ. ബാക്കി മുകളിലുള്ള വിധാനമായിട്ട് അലങ്കരിച്ച എല്ലാ മാലകളും മാറ്റും. അത് വളരെ പ്രത്യേകതയാണ്. കാരണം അല്ലാന്ന് വെച്ചാൽ നമ്മൾ പകലൊക്കെ ചെന്ന് കാണുമ്പോൾ മുകളിലൊക്കെ വിധാനമായിട്ട് 4-5 മാലകൾ ഉണ്ടാവും. ഇത് അത്താഴ പൂജയ്ക്ക് ശേഷം അതൊന്നും ഉണ്ടാവില്ല. പിന്നീട് അത്താഴ പൂജ കഴിഞ്ഞ് നട തുറന്നു കഴിഞ്ഞാൽ സെക്യൂരിറ്റി പ്രോബ്ലമൊക്കെ വരും. കാരണം എന്താ വെച്ചാൽ സ്വർണവും വെള്ളിയൊക്കെ കഴുകാനെടുക്കും. ആ കഴുകാനെടുക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ തന്നെ ഏകാന്തം ആണ് വരിക, സോപാനം വഴി വിടാറില്ല. ഇത് ആവുമ്പോൾ പിന്നെ അടിച്ച് കഴുകലും ഒക്കെ ആവുമ്പോൾ അവിടെ ഭക്തർക്ക് വന്ന് നിൽക്കാനൊന്നും അധികം നടക്കാനും സാധിക്കില്ല. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അതിൽ പോരാൻ കഴിയില്ല, അത്രയ്ക്ക് മാത്രം റിസ്ക് ആണ്. കാരണം സെക്യൂരിറ്റി റിസ്ക് തന്നെ. സ്വർണം, വെള്ളി, പാത്രങ്ങൾ, വിളക്കുകൾ ഒക്കെ കഴുകാനെടുക്കും. ആ സമയത്ത് ഉള്ള അലങ്കാരമാണ് ഭഗവാന്റെ അലങ്കാരം. കളഭാലങ്കാരം ഉച്ചയ്ക്ക് ഉള്ളത്, അത് പിറ്റേ ദിവസം നിർമ്മാല്യ ദർശനം വരെ അതുണ്ടാവും. നിർമ്മാല്യ ദർശനത്തിന് മാത്രമാണത് മാറ്റം വരുള്ളൂ. കാരണം ഇന്നത്തെ അലങ്കാരം നാളെ അഴിക്കുന്നതിന് മുൻപ് കാണുന്നതാണല്ലോ നിർമ്മാല്യം. അപ്പോൾ അതേവരെ ആ കളഭാലങ്കാരം, ദേഹത്തുള്ള മാല, അങ്ങനെ വേലി, തിരുമുടി, അതൊക്കെ അതിൻ്റേതായ ശൈലിയിൽ തന്നെ ഉണ്ടാവും.
പക്ഷെ മുകളിൽ വിധാനമായിട്ട് അലങ്കരിക്കുന്ന ധാരാളം പൂക്കളുള്ള ആ മാലകൾ ഉണ്ടാവില്ല. പിന്നെ അധികം പ്രകാശം ഉണ്ടാവില്ല, കുറച്ച് പ്രകാശം ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ നെയ്വിളക്കുകളൊക്കെ കഴുകാൻ കൊടുക്കുന്നത് കാരണം ഇവിടെ ചെന്നാൽ ശ്രീകോവിലിനുള്ളിൽ അധികം പ്രകാശം പൂരിതമാവില്ല. ബാക്കിയുള്ള സമയങ്ങളിലാണ് വളരെ പ്രകാശപൂരിതമായിട്ട് നമുക്ക് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുക. അതും ഏറ്റവും പ്രധാനം തന്നെയാണ്. കാരണം അത്താഴപൂജ കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഉറങ്ങുകയാണ്, നമ്മളെ ഗുരുവായൂരപ്പൻ ഉറങ്ങുകയാണ്. തൃപ്പുക കഴിഞ്ഞാലേ അത് പറഞ്ഞിരുന്നല്ലോ തൃപ്പുകയുടെ കാര്യം. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ദീപാരാധന മുതൽ അത്താഴപൂജ കഴിഞ്ഞ് പിന്നെ ശീവേലിയാണ് വരിക. ആ ശീവേലി വരെയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ശീവേലിക്ക് വരുമ്പോൾ തിടമ്പ് അങ്ങോട്ട് കൊണ്ടുപോയി എഴുന്നള്ളിച്ച് 3 റൗണ്ടൊക്കെ കഴിഞ്ഞ് പിന്നെ ആ തിടമ്പ് അകത്ത് കയറും. പിന്നെ വിളക്കുണ്ടെങ്കിൽ ആ വിളക്കും കഴിഞ്ഞിട്ട് 1 റൗണ്ട് 2 റൗണ്ട് ഉണ്ടാവും. ആ 2 റൗണ്ട് വിളക്കും കഴിഞ്ഞാൽ തിടമ്പ് അകത്തോട്ട് കയറി നട അടച്ചതിന് ശേഷം വീണ്ടും തൃപ്പുക നടത്തുകയാണ് ചെയ്യാറ്. എന്നിട്ട് ആ തൃപ്പുകയുടെ നെയ്യാണ് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ, ഇന്നിപ്പോൾ 13-ാം തീയതിയാണ്, 13-ാം തീയതിത്തെ ഗുരുവായൂരപ്പൻ്റെ ആ ദീപാരാധന കണ്ടു തൊഴുതു, അതുപോലെ അത്താഴപൂജ കണ്ടു തൊഴുതു. എന്നിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ആ ശ്രവിക്കുന്ന സമയത്ത് പറയുന്ന ആ വാക്കുകൾ ആ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിൽ നിന്നിട്ടാണ്. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് ഓരോ ഭക്തരും അങ്ങോട്ട് നിരീക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മനസ്സിലേക്ക് ആ ഗുരുവായൂരപ്പൻ്റെ ഭഗവത് ചൈതന്യം അകത്തേക്ക് എത്തും. അത്രയ്ക്കും കാരണം നാരായണ എന്നുള്ളൊരു വാക്കിന് അത്രയും പ്രസക്തി കൊടുത്തതാണ് അജാമിളമോക്ഷത്തിൽ. നാരായണ എന്ന് മകനെ വിളിച്ച് ആ ഒരു വാക്കുകൊണ്ടാണ് അദ്ദേഹം അതേവരെ ചെയ്ത എല്ലാ ദുഷ്കൃത്യങ്ങളും അലിഞ്ഞില്ലാതെയായിപ്പോയത്. അപ്പോൾ അജാമിളന് മോക്ഷം കിട്ടി. അത്രയും കൊടൂര പാപങ്ങൾ ചെയ്ത് അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കാൻ ഉതകിയ ആ ഒരു നാരായണ എന്നുള്ള ഒരൊറ്റ വാക്ക്, ആ വാക്കിനാണ് അത്രയും ഇത്. അപ്പം നമ്മൾ നാരായണ എന്ന് സദാസമയം ജപിക്കുന്നുണ്ട്. നമ്മൾ ഗുരുവായൂരപ്പ എന്ന് പറയുമ്പോൾ തന്നെ ഹരേ നാരായണ എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ അത്രയും നമ്മൾ ചെയ്തിരുന്ന പാപങ്ങൾ, മുജ്ജന്മ പാപങ്ങൾ എല്ലാം ആ ഒരു നാരായണ വിളിയിലൂടെ അലിഞ്ഞില്ലാതെയാവും. അപ്പോൾ അത്രയ്ക്കും പ്രസക്തമാണ് ആ നാരായണ എന്നുള്ള വിളി. അപ്പോൾ ഭഗവാനെ ഒരു നോക്ക് കണ്ടാലോ, അപ്പോൾ എല്ലാറ്റിനും പരിഹാരമായില്ലേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ദീപാരാധനയും അത്താഴപൂജയും ശിവേലിയുടെ തുടക്കവും ഒക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ സമാധാനം, സന്തോഷം, എല്ലാ ഭക്തർക്കും സമാധാനം ഉണ്ടാവട്ടെ. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.